വളർത്തുന്നവർ അറിഞ്ഞിരിക്കുക, ഈ സ്ട്രെയിൻ നല്ല രീതിയിൽ വലുതാവുന്ന വെറൈറ്റിയാണ്. കുഞ്ഞു ടാങ്കുകൾ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ചാടാനുള്ള, ടാങ്കിൽ നിന്ന് ചാടാനുള്ള ടെൻഡൻസി കാണിക്കും. വളരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചാടാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പം കുഞ്ഞു ടാങ്ക് ഉള്ളവർ, വളരെ ചെറിയ ടാങ്ക് ഉള്ളവർ കഴിവതും ഇതിനെ ചൂസ് ചെയ്യാതിരിക്കുക. പിന്നെ അല്ലെങ്കിൽ അത്രത്തോളം സെക്യൂർഡ് ആയിരിക്കുക. മീൻസ് ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടാതെ വളരെ വലിയ ടാങ്കിൽ വളരെ ചെറിയ വെറൈറ്റീസിനെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കുന്ന രീതി നോക്കുക. പിന്നെ കോഴിക്കാർപ്പ് പൊതുവെ ഗ്രൗണ്ട് പോണ്ടിലാണ്, അതായത് നമുക്ക് ബോട്ടം ലെവൽ താഴെ നിൽക്കുന്ന ടാങ്കുകളിലായിരിക്കും ഭംഗി കൂടുതൽ. ഗ്ലാസ് ടാങ്കിൽ കാണുന്നതിനെ കേട്ടി കുറച്ചുകൂടി ഭംഗി കൂടുതൽ ഇതേപോലെ ഗ്രൗണ്ട് പോണ്ടുകളിലാണ് കുറച്ചുകൂടി ഭംഗി കൂടുതലായിട്ട് വരുന്നത്. അതേപോലെയുള്ള ടാങ്ക് ഉള്ളവർക്ക് ഗാർഡൻ പോണ്ട് അങ്ങനെയൊക്കെ ഉള്ള ടാങ്കുകളിൽ കോഴിക്കാർപ്പ് കുറച്ചുകൂടി വളരെയധികം ആക്റ്റീവായിട്ട് കാണും. ഇപ്പം ഹ്യൂമൻ ഫേസ് ആ രീതിയിലൊക്കെ വരുന്ന കാർപ്പുകളുണ്ട്. ആ കാർപ്പുകളെല്ലാം നമുക്ക് ഗ്ലാസ് ടാങ്കിൽ ഭംഗി കുറവും. നമ്മൾ പോണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഭംഗിയായിരിക്കും അത് വരുന്നത്. പിന്നെ നാച്ചുറൽ പോണ്ടിൽ നമുക്ക് വളർത്താൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ സ്ട്രെയിനിനെ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഇതിലും ഏത് ക്ലൈമറ്റിലും നമുക്ക് അഡോപ്റ്റ് ചെയ്ത് വളർത്തി നമുക്ക് എടുക്കാൻ പറ്റും.